പറഞ്ഞത് ഫലപ്രദമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു മാസം ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു മാസത്തിനിടയിൽ രണ്ടാൾ രാജിവെച്ചത്. ഒരു മാസത്തിന് മുമ്പ് രണ്ടുപേരിങ്ങനെ രാജിവെച്ച് പോയ ഏതെങ്കിലും അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്രിയാത്മകമായ വിമർശനം മാത്രമാണ്, അല്ലാതെ നശീകരണ വിമർശനമല്ല. അവർ ചെയ്തതുപോലെ UDF ചെയ്ത പോലുള്ള നിലപാടിലേക്ക് ഞങ്ങളില്ല. ഞങ്ങളതിനെ ആരോഗ്യകരമായ രീതിയിലുള്ള വിമർശനമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ KSRTC നാളെ ഓർഡിനറി ബസ്സുകളുടെ സ്ത്രീകളുടെ സൗജന്യ ഉദ്ഘാടനം ഓർഡിനറി ബസ് എന്നല്ലല്ലോ പറഞ്ഞത് കൊണ്ട് ആണോ? KSRTC ബസ്സുകൾ അതാണ് പ്രശ്നം. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെയെല്ലാം എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവമേ ഉള്ളൂ. പിന്നെയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് KSRTCയുടെ ഓർഡിനറി ബസ് ഉള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി 21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്, ആശാ വർക്കർമാർക്ക് എന്ന് പറഞ്ഞത്, അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്ഘാടനത്തിൽ CPM MLA സഹകരിക്കുമെന്നാണ്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ലില്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.